ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റിച്ച്മോണ്ട് പാർക്ക്. ലണ്ടനിലെ ഏറ്റവും വലുതും മനോഹരവുമായ പാർക്കാണ് റിച്ച്മോണ്ട് പാർക്ക്. 2500 ഏക്കറിലാണ് ഈ മനോഹരമായ പാർക്ക് വ്യാപിച്ചു കിടക്കുന്നത്. കുന്നുകളും മരങ്ങളും പുൽമേടുകളും തടാകങ്ങളും പൂന്തോട്ടങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഈ പാർക്ക് പ്രകൃതി ഭംഗിയാൽ നിറഞ്ഞതാണ്. 17-ാം നൂറ്റാണ്ടിൽ ചാൾസ് ഒന്നാമൻ രാജാവാണ് ഈ പാർക്കുണ്ടാക്കിയത്. ഇതുണ്ടാക്കിയത് ആ സമയത്ത് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേഗിൽ നിന്ന് രാജാവിനും കുടുംബാംഗങ്ങൾക്കും രക്ഷപ്പെടാനാണെങ്കിലും പിന്നീട് അതൊരു അറിയപ്പെടുന്ന പാർക്കായി മാറി. 1872 ഈ പാർക്ക് പബ്ലിക്കിനായി തുറന്നു കൊടുത്തത്. 650ഓളം കലമാൻ ഉൾപ്പെടെയുള്ള മാനുകൾ ഈ പാർക്കിൽ സ്വതന്ത്രമായി നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മാനുകളെ ഇതിനു മുമ്പും പലപ്പോഴും കണ്ടിട്ടുള്ളവരാണ് നമ്മളിൽ പലരും. അതുകൊണ്ട് തന്നെ റിച്ച്മോണ്ട് പാർക്കിലെ മാനുകൾക്ക് എന്താണ് ഇത്ര പ്രത്യേകത എന്നാണോ? എങ്കിൽ കേട്ടോളൂ. റിച്ച്മോണ്ട് പാർക്കിലെ മാനുകൾക്ക് മനുഷ്യരെ കണ്ട് പേടിച്ചോടുന്നവയല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത് പോയി നിന്നുവരെ ഫോട്ടോ എടുക്കാൻ പറ്റും. ഈ മാനുകൾ വളരെ സമാധാനപ്രിയരാണ്. മാനുകൾ കൂട്ടത്തോടെ പുൽമേടുകളിൽ നടക്കുന്നതും മാൻകുട്ടികൾ കളിക്കുന്നതും കാണുന്നത് തന്നെ മനസ്സിന് വളരെയധികം സന്തോഷം നൽകുന്ന കാഴ്ചയാണ്. റിച്ച്മോണ്ട് പാർക്കിൽ നമുക്ക് മാനുകളെ മാത്രമല്ല കാണാൻ സാധിക്കുന്നത്. അവിടെ പലതരം കിളികളെയും മുയലുകളെയും ഒക്കെ കാണാൻ സാധിക്കും. ഈ കാണുന്ന പക്ഷി താറാവിൻ്റെ ഇനത്തിൽപ്പെട്ടതാണെന്ന് തോന്നുന്നു. എന്താണ് ഇതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ മനുഷ്യരോട് വളരെ ഇണങ്ങി ജീവിക്കുന്നവയാണ്. ഞാൻ കുറേ സമയം ഇവരോടൊന്നിച്ച് ചിലവിട്ടിരുന്നു. അതൊക്കെ വളരെ സന്തോഷകരമായ നിമിഷങ്ങളായിരുന്നു എനിക്ക്. ഞാൻ മാത്രമല്ല, ഈ പക്ഷികളും വളരെ സന്തോഷത്തിലായിരുന്നു. സന്തോഷം കൊണ്ടാണ്. വേറെയും ഒരുപാട് പക്ഷികളെ ഞങ്ങൾ ഇവിടെ കണ്ടു. കണ്ടാൽ പെൺമയിലിനെ പോലെ തോന്നിക്കുന്നവയും ഇതിലുണ്ട്. മൊത്തത്തിൽ ഇതൊരു കിടു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ലണ്ടനിൽ ഉള്ളവരും വിസിറ്റിങ്ങിനായി വരുന്നവരും തീർച്ചയായും ഇവിടെ വിസിറ്റ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് വളരെ മനോഹരമായ എക്സ്പീരിയൻസ് ആണ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. Thank you for joining us on this wonderful journey through Richmond Park. If you enjoyed this video, please give it a thumbs up and subscribe for more nature adventures. Share your thoughts and experiences in the comments below. I would love to hear about your own park encounters. Until next time, keep exploring and enjoying the beauty of nature. Bye.